സൗദി അറേബ്യ, സൊമാലിയ, UAE, യമൻ. ഇത്രയും രാജ്യങ്ങളിൽ മതം ഉപേക്ഷിച്ചവനുള്ള ശിക്ഷ ഡെത്ത് പെനൽറ്റിയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗൂഗിൾ കയ്യിലുണ്ടല്ലോ, കുത്തിയിരുന്ന് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുക. വാർത്തകൾ ഇഷ്ടംപോലെ ഓൺലൈനിലുണ്ട്. വധശിക്ഷ കൊടുത്തതിന്റെ വാർത്തകൾ കിട്ടും. വന്നിരിക്കുന്ന അടുത്ത ആരോപണവുമായിട്ട് കേട്ടാ തോന്നുന്നു ഇയാൾ ഈ രാജ്യങ്ങളിലൊക്കെ പോയി നിയമങ്ങളൊക്കെ നേരിട്ട് കണ്ടു പഠിച്ചിട്ടാണ് സംസാരിക്കുന്നത് എന്ന്. മുസ്ലിം രാജ്യങ്ങളിൽ മതം ഉപേക്ഷിച്ചാലേ തല വെട്ടുന്നു, ജയിലിലിടുന്നു എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നു. ഇയാൾ കുറെ രാജ്യങ്ങളുടെ പേര് നിരത്തി വലിയ കണക്കൊക്കെ പറയുന്നുണ്ടല്ലോ. എന്നാൽ യാഥാർത്ഥ്യം എന്താണെന്ന് നോക്കാം. ഇന്ന് ലോകത്തുള്ള ഭൂരിഭാഗം മുസ്ലിം രാജ്യങ്ങളിലും സിവിൽ നിയമങ്ങളും പീനൽ കോഡുകളുമാണ് നിലവിലുള്ളത്. അതായത് ഒരാൾ മതം മാറിയത് കൊണ്ട് മാത്രം അവിടെ ആരെയും തൂക്കിലേറ്റുകയോ തലവെട്ടുകയോ ചെയ്യുന്നില്ല. ഇനി അഥവാ ഏതെങ്കിലും രാജ്യങ്ങളിൽ ഭരണകൂടത്തിനെതിരെ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയമായ രാജ്യദ്രോഹ കേസുകൾ വന്നാൽ അതിനെയാണ് ഇക്കൂട്ടർ മതം മാറിയതിന്റെ പേരിലാണ് വളച്ചൊടിച്ച് അവതരിപ്പിക്കുന്നത്. ഇനി ഇസ്ലാമിന്റെ അടിസ്ഥാന ഗ്രന്ഥമായ ഖുർആൻ ഇതിനെക്കുറിച്ച് എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. എന്താണ് പറയുന്നത് അറിയോ? ഖുർആനിൽ വ്യക്തമായി പറയുന്നുണ്ട് മതത്തിൽ യാതൊരു നിർബന്ധവുമില്ല എന്ന്. അതുപോലെ അധ്യായം 18 വചനം 29 പറയുന്നുണ്ട്, ഇഷ്ടമുള്ളവന് വിശ്വസിക്കാം, ഇല്ലാത്തവന് അവിശ്വസിക്കാം. മതം ഉപേക്ഷിച്ചു പോകുന്നവന് ഭൂമിയിൽ വെച്ച് വധശിക്ഷ നൽകണമെന്ന് ഖുർആനിൽ എവിടെയും പറഞ്ഞിട്ടില്ല. മറിച്ച് അത് പരലോകത്തെ കാര്യമാണ്, അല്ലാതെ ഇവിടെ വെച്ച് ആളെ തട്ടാനല്ല ഇസ്ലാം പറയുന്നത്. കേരളത്തിലെ മദ്രസകളിൽ പോയി പഠിച്ചവരാണ് നമ്മളിൽ പലരും. അവിടുത്തെ പുസ്തകം എടുത്തു നോക്കിയാൽ സഹജീവികളോട് കരുണ കാണിക്കാനും മാതാപിതാക്കളെ നോക്കാനും അയൽവാസിയോട് സ്നേഹത്തിൽ കഴിയാനുമാണ് പഠിപ്പിക്കുന്നത്. ഇവിടുത്തെ സാധാരണക്കാരുടെ ഇടയിലേക്ക് ഇത്തരം പേടിപ്പെടുത്തുന്ന കഥകൾ തള്ളിവിടുകയാണ് ആരിഫ്. അതുകൊണ്ട് ഗൂഗിളിൽ നിന്ന് ഏതെങ്കിലും കുറിപ്പുകൾ വായിച്ച് ആളെ പറ്റിക്കാൻ നോക്കുന്ന പരിപാടി കയ്യിൽ വെച്ചാൽ മതി. വിഷയം എന്താണെന്ന് ശരിക്കും പഠിച്ചിടുക, എന്നിട്ട് മര്യാദക്ക് സംസാരിക്കാം.